ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചാവക്കാട് യുവാവിന്റെ പരാക്രമത്തിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് 3 ജീവനുകൾ. യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ SI ഉൾപ്പെടെ 2 പോലീസുകാർക്ക് കുത്തേറ്റു. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കൊഞ്ഞനം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 15,000 രൂപ. കയ്പമംഗലം ചളിങ്ങാട് ഹംസ മുസ്ലിയാർ മഖാമിൽ മോഷണശ്രമം. മഖാമിന്റെ പിൻഭാഗത്തെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ചാണ് മോഷണശ്രമം നടന്നത്. കയ്പമംഗലം സെന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന പണം കവർന്ന പ്രതി പിടിയിലായി. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ആയിരങ്ങൾ. തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ പരിധിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാൻ തയ്യാറെടുത്ത് വനം വകുപ്പ്. 30 വയസ്സുള്ള കൊമ്പനാണ് ചികിത്സ നൽകുന്നത്. വാർത്തകൾ വിശദമായി. ചാവക്കാട് യുവാവിന്റെ പരാക്രമത്തിൽ നിന്നും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് 3 ജീവനുകൾ. യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ SI ഉൾപ്പെടെ 2 പോലീസുകാർക്ക് കുത്തേറ്റു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. വീട്ടിൽ അക്രമാസക്തനായ ചാവക്കാട് ബേബി റോഡ് സ്വദേശി ചക്കര വീട്ടിൽ നിസാർ അമീർ മാതാപിതാക്കളെയും സഹോദരനെയും കത്തിവീശി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത്. ഉപ്പ അമീർ, ഉമ്മ ഫാത്തിമ, സഹോദരൻ ഫെമീർ എന്നിവരെയാണ് യുവാവ് കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സ്ഥലത്തെത്തിയ SI ശരത് സോമൻ, CPO അരുൺ എന്നിവർ നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിനെ കീഴ്പ്പെടുത്തി 3 പേരെയും രക്ഷപ്പെടുത്തി. വീട്ടുകാരെ രക്ഷിച്ചതിലുള്ള വിരോധത്തിൽ നിസാർ പോലീസ് സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. ഇതിൽ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, സിവിൽ പോലീസ് ഓഫീസർ T അരുൺ എന്നിവർക്ക് കത്തികൊണ്ടുള്ള ആക്രമണത്തിലാണ് പരിക്കേറ്റത്. പിന്നീട് ചാവക്കാട് SHO വിമലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് അക്രമാസക്തനായ യുവാവിനെ അതിസാഹസികമായി കീഴടക്കിയത്. സാരമായി പരിക്കേറ്റ സബ് ഇൻസ്പെക്ടർ ശരത് സോമനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ അരുണിന്റെ വിരലിന് പൊട്ടലുണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത്, അനീഷ്, പ്രദീപ്, ശിവപ്രസാദ്, റോബിൻസൺ, ഹരികൃഷ്ണൻ എന്നിവരും നാട്ടുകാരായ സുബൈർ, ഷഹ്വാൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. പോലീസിനെ ആക്രമിച്ച നിസാറിന്റെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി. TCV ചാവക്കാട്. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കാട്ടൂർ പൊഞ്ഞനം സ്വദേശിയായ യുവാവിന് നഷ്ടപ്പെട്ടത് 15,000 രൂപ. തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്നയാളുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിന് ഇരയായത്. ടിക്കറ്റ് മാറുന്നുണ്ടാവുന്നു. നമ്മൾ കേരള ഗവൺമെൻറ് സ്കാനർ വെച്ച് ചെയ്യണത്. സ്കാനർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 5,000 ഉണ്ട്. ടിക്കറ്റൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ 6 ആൾ കാണിച്ചു, 3 നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു. അതൊരു വ്യത്യാസമൊന്നുമില്ല തോന്നുന്നില്ല. നമ്മൾ പിന്നീട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിയിൽ പോയപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റാണ്, ട്രഷറിൽ ഓൾറെഡി എത്തിയ ടിക്കറ്റാണ്, ഇത് ഫേക്കാണ്, കളർ കോപ്പിയാണെന്നുള്ളത്. കഴിഞ്ഞ 27-ന് ബൈക്കിലെത്തിയ യുവാവാണ് തട്ടിപ്പ് നടത്തിയത്. ഉച്ചയ്ക്ക് 12:30 കടയിൽ എത്തി കഴിഞ്ഞ 21-ന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ 3 ടിക്കറ്റ് നൽകുകയായിരുന്നു. QR കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് 4ാം സമ്മാനമായ 5,000 രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു. കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകി. എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ഈ ലോട്ടറി 23-ന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി. തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകി. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യാജ ലോട്ടറി തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലും എന്ന് സംശയിക്കുന്നു. വ്യാജ ലോട്ടറി തട്ടിപ്പിലൂടെ നിരവധി ചെറുകിട കച്ചവടക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. കയ്പമംഗലം ചളിങ്ങാട് ഹംസ മുസ്ലിയാർ മഖാമിൽ മോഷണശ്രമം. മഖാമിന്റെ പിൻഭാഗത്തെ നേർച്ചപ്പെട്ടിയുടെ പൂട്ട് പൊളിക്കുകയും മഖാമിന്റെ പ്രധാന വാതിൽ കരിങ്കല്ലുകൊണ്ട് ഇടിച്ച് തുറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പള്ളിയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്.
നമസ്കാരത്തിനെത്തിയവർ മഖാമിന് മുൻപിൽ കരിങ്കല്ല് ഇരിക്കുന്നത് കണ്ട് CCTV ദൃശ്യം നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണശ്രമം. കൊരട്ടിക്കര പാലച്ചുവട് ക്ഷേത്രത്തിന് സമീപം മുള്ളത്ത് രാജന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. പുറകുവശത്തെ ഗ്രില്ലും വാതിലും തകർത്ത മോഷ്ടാക്കൾ അകത്തുകയറി അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ടു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. 2 ദിവസമായി രാജനും കുടുംബവും സ്ഥലത്തില്ലായിരുന്നു. വീട്ടിൽ ജോലിക്കായി എത്തിയ സ്ത്രീ പുറകുവശത്തെ ഗ്രില്ല് തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുടമയെ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കയ്പമംഗലം സെയിന്റ് ജോസഫ് ദേവാലയത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് മുറ്റിച്ചൂർ സ്വദേശി കുരിക്കാപ്പീടിക വീട്ടിൽ സജീറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 24 മുതൽ 28 വരെയുള്ള തീയതികളിൽ പലപ്പോഴായി പള്ളിയിലെ 5 നേർച്ചപ്പെട്ടികളിൽ നിന്നാണ് ഇയാൾ മോഷണം നടത്തിയത്. പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ R. ബിജു, SIമാരായ അഭിലാഷ്, ജെയ്സൺ, മണികണ്ഠൻ, സീനിയർ CPO സൂരജ്, CPO ദിനേശ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ആയിരങ്ങൾ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. പൊന്നുതൊട്ട് നാവിൽ അക്ഷരമധുരം ഏറ്റുവാങ്ങിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നുവന്നത്. തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തുടങ്ങിയ എഴുത്തിനിരുത്തൽ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. 2 ഘട്ടങ്ങളിലായാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. പുലർച്ചെ മുതൽ ഉച്ചവരെയും വൈകിട്ടുമാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. തിരുവുള്ളക്കാവ് വാര്യത്തെ TV ശ്രീധര വാര്യരുടെ നേതൃത്വത്തിൽ 60ഓളം ആചാര്യന്മാരാണ് എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകിയത്. ഉണക്കലരി, അപ്പം, പായസം, കദളിപ്പഴം, പ്രസാദം എന്നിവ കുട്ടികൾക്ക് നൽകി. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തലിന് നിരവധി കുരുന്നുകളെത്തി. ആറാട്ടുപുഴ വാര്യത്ത് രമേഷ് വാര്യർ എഴുത്തിനിരുത്തലിന് നേതൃത്വം നൽകി. സരസ്വതി പൂജയ്ക്ക് സമർപ്പിച്ച പുസ്തകക്കെട്ടുകളും ഗ്രന്ഥങ്ങളും ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭക്തർ ഏറ്റുവാങ്ങി. ശാസ്താവിന് സമർപ്പിച്ച 200ഓളം കാഴ്ചക്കുലകളും ഭക്തർക്ക് പ്രസാദമായി നൽകി. ആറാട്ടുപുഴ രാജേഷും സംഘവും അവതരിപ്പിച്ച സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 322 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. കൂത്തമ്പലത്തിൽ നിന്ന് സരസ്വതിയുടെയും ഗുരുവായൂരപ്പന്റെയും ചിത്രങ്ങൾ വടക്കേ നടയിലെ പ്രസാദ കൗണ്ടർ ഹാളിലേക്ക് എഴുന്നള്ളിച്ചു. കുളപ്പുര മാളികയിൽ വഴിപാട് കൗണ്ടറിന് മുന്നിലായി പ്രത്യേകം ഒരുക്കിയ മണ്ഡപത്തിൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 322 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. കൂത്തമ്പലത്തിൽ നിന്ന് സരസ്വതിയുടെയും ഗുരുവായൂരപ്പന്റെയും ചിത്രങ്ങൾ വടക്കേ നടയിലെ പ്രസാദ കൗണ്ടർ ഹാളിലേക്ക് എഴുന്നള്ളിച്ചു. കുളപ്പുര മാളികയിൽ വഴിപാട് കൗണ്ടറിന് മുന്നിലായി പ്രത്യേകം ഒരുക്കിയ മണ്ഡപത്തിൽ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. കീഴ്ശാന്തിമാരായ മേലേടം കേശവൻ നമ്പൂതിരി, തേലമ്പറ്റ വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ 13 ഇല്ലങ്ങളിൽ നിന്നുള്ള കാരണവന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. കുട്ടികൾക്ക് പേന, മയിൽപീലി, ഓടക്കുഴൽ, പഞ്ചസാര പ്രസാദം എന്നിവയടങ്ങിയ കിറ്റ് നൽകി. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ CR ലജിമോൾ, PK സുശീല എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായി. ഗുരുനാഥന്മാരായ ലക്ഷ്മിക്കുട്ടി, കോമളം എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എഴുത്തിനിടുത്തൽ ചടങ്ങ് നടന്നു. നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. നാരായണൻ നമ്പൂതിരി, വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു നൽകി. ദേവസ്വം മാനേജർ കെ വിനോദ്, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. വിജയദശമി ദിനത്തിൽ പുതുക്കാട് മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ എഴുത്തിനിടുത്തൽ ചടങ്ങ് നടന്നു. നിരവധി കുട്ടികൾ ആദ്യാക്ഷരം നുകർന്നു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി CS വത്സൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചന, ഭജന എന്നിവ നടന്നു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എഴുത്തിനിടുത്തൽ ചടങ്ങിൽ നിരവധി കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ദശാവതാര പൂജയോടെ നടന്ന നവരാത്രി മഹോത്സവത്തിന് സമാപനമായി. നിരവധി കുരുന്നുകൾ ഹരിശ്രീ കുറിച്ചു. ഡോക്ടർ കെ അരവിന്ദാക്ഷൻ, രാമചന്ദ്രൻ ആമ്പിലി എന്നിവർ ആചാര്യന്മാരായി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 100ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി, KT നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, മെമ്പർമാരായ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ N ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് പ്രൊഫസർ D നീലകണ്ഠൻ, MR ഗീത എന്നിവർ ആചാര്യന്മാരായി. ക്ഷേത്ര മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭദ്രദീപം തെളിയിച്ചു. വിജയദശമി ദിനത്തിൽ ഇത്തവണ കമ്പ്യൂട്ടറിലും ഹരിശ്രീ കുറിച്ച് വിദ്യാരംഭം നടത്തിയിരിക്കുകയാണ് ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുത്തില്ലത്ത് നാരായണൻ എമ്പ്രാന്തിരി നേതൃത്വം നൽകി. കോഴിമാംപറമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. അതായത് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഹരിശ്രീ കുറിക്കുന്ന ഒരു സംവിധാനം കൊല്ലം ഷൊർണൂർ ജിടെക് കമ്പ്യൂട്ടർ സെൻ്ററിൻ്റെ സഹകരണത്തോടുകൂടി കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംരംഭമാണ്. ക്ഷേത്രത്തിനുള്ളിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ഹരിശ്രീ കുറിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കമ്പ്യൂട്ടറിലും ഒരു ഹരിശ്രീ കുറിക്കുന്ന ഒരു പുതിയ സംരംഭം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പരിധിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാൻ തയ്യാറെടുത്ത് വനം വകുപ്പ്. ഏഴാറ്റുമുഖം സ്റ്റേഷൻ പരിധിയിലെ എരുമത്തടം ഭാഗത്ത് കഴിഞ്ഞ മാസം 17-ന് കൊമ്പനാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയിരുന്നു. തുടർന്നുള്ള നിരീക്ഷണത്തിലാണ് 30 വയസ്സുള്ള ആന അവശനിലയിലാണെന്ന് കണ്ടെത്തിയത്. 2 ദിവസത്തിനുള്ളിൽ ഇതിന് വീണ്ടും ചികിത്സ നൽകാനാണ് ആലോചിക്കുന്നത്. വാഴച്ചാൽ DFO IS സുരേഷ് ബാബു ആണ് ഇക്കാര്യം അറിയിച്ചത്. പിൻകാലിനാണ് ആനയ്ക്ക് പരിക്ക്. വനത്തിനകത്ത് മറ്റാനകൾ തമ്മിലുള്ള കൊമ്പുകോർക്കലിനിടെയാണ് പരിക്കേറ്റതെന്ന് കരുതുന്നു. വെറ്ററിനറി സർജൻ ഡോക്ടർ ബിനോയ് C ബാബുവിന്റെ നേതൃത്വത്തിൽ വനപാലക സംഘമാണ് ചികിത്സ നൽകി വിട്ടയച്ച ആനയെ നിരീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി പോലീസുകാരൻ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് ആണ് ഫേസ്ബുക്കിലൂടെ വിമർശനാത്മകമായ കുറിപ്പ് പങ്കിട്ടിട്ടുള്ളത്. നിലവിൽ അവധിയിലുള്ള ജ്യോതിഷ് പോലീസ് സേനയിലെ 3ാം മുറയും അഴിമതിയും അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയോടാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പതിവ് ചടങ്ങാണെന്ന മട്ടിലാണ് ജ്യോതിഷിന്റെ കുറിപ്പ്. സാധാരണ പോലീസുകാരുടെ മാനസിക സംഘർഷം അറിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സേനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളും ജ്യോതിഷ് തന്റെ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു.
ചൊവ്വന്നൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വന്നൂർ സ്വദേശി മേനോത്ത് വീട്ടിൽ ശിവരാജിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 120 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ മദ്യം പിടികൂടിയത്. ചാക്കുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫൽഗുണൻ, സുനിൽ ദാസ്, പ്രിവന്റീവ് ഓഫീസർ മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ഷിബിൻ തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വാഴക്കോട് പ്ലാവിൻ ചുവട് ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ കാർ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര ഭാഗത്തു നിന്നും വാഴക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന എടപ്പാൾ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ പൂർണ്ണമായും ഒടിഞ്ഞു വീണു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മാനിഷാദ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. വടക്കേനടയിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. വോട്ട് കൊള്ളയ്ക്കെതിരെ ദേശവ്യാപകമായി നടത്തുന്ന 5 കോടി ഒപ്പ് ശേഖരണത്തിന്റെ കൊടുങ്ങല്ലൂർ മണ്ഡലം ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി MT ജയൻ നിർവഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹീദ്ദീൻ, EK സോമൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എന്തായിരുന്നു സ്ഥിതി നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി കണ്ടതാണ്. ജനങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഗുരുവായൂർ കാരയൂർ സരസ്വതി ക്ഷേത്രത്തിലെ പൂഴിയിലെഴുത്തിന് വൻ ഭക്തജനത്തിരക്ക്. കുരുന്നുകൾക്ക് പുറമെ പ്രായഭേദമന്യേ നൂറുകണക്കിന് ഭക്തർ പൂഴിയിലെഴുതി എഴുത്തച്ഛൻ തുടക്കം കുറിച്ച അതേ രീതിയിൽ പൂഴിയിലാണ് ഇവിടെ ഇന്നും എഴുത്തിനെടുത്തൽ നടക്കുന്നത്. ക്ഷേത്രക്കുളത്തിലെ മണൽ കഴുകി ഉണക്കി സരസ്വതി പൂജ നടത്തി മണ്ഡപത്തിൽ നിരത്തിയതിലാണ് ഭക്തർ എഴുതിയത്. കുട്ടികളെ ആദ്യം ശ്രീകോവിലിന് മുന്നിലിരുത്തി സ്വർണം കൊണ്ട് നാവിലും ഓട്ടുരുളിയിലെ അരിയിലും ഹരിശ്രീ കുറിച്ചതിന് ശേഷമാണ് പൂഴിയിൽ എഴുതിച്ചത്. മേൽശാന്തി ശക്കിരായ മഠത്തിൽ വാസുദേവൻ എമ്പ്രാന്തിരി മുഖ്യ ആചാര്യനായി. ഭാരവാഹികളായ രാമകൃഷ്ണൻ വടാശ്ശേരി, KK വാസു, സുധീർ കാളിയം വീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ നാടകവിരുന്ന് സമാപിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര നടൻ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അധ്യക്ഷത വഹിച്ചു. കേറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് ഇയാനി, തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ, തൃപ്രയാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത്, രാജൻ ചെമ്പാറ, സംഘാടക സമിതി കൺവീനർ KV രാമകൃഷ്ണൻ, ബിജു കുയിലംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ വിജയരാഘവനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അതിരപ്പള്ളിയിലും തുമ്പൂർമുഴിയിലും വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ കഴിഞ്ഞ ദിവസം 15,000-ഓളം വിനോദസഞ്ചാരികളാണ് എത്തിച്ചേർന്നത്. 20 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായതായി അധികൃതർ പറഞ്ഞു. വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് കൂടി ഇതിൽ ഉൾപ്പെടും. തുമ്പൂർമുഴിയിൽ 5,000-ഓളം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചു. 80,000 രൂപ ടിക്കറ്റ് നിരക്കിൽ മാത്രം ലഭിച്ചു. ഓണക്കാലത്തെ അപേക്ഷിച്ച് ഒറ്റ ദിവസത്തെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് നവരാത്രി ദിവസമായിരുന്നു. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മാസ് ക്ലീനിംഗ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, പൊതുമരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, നഗരസഭാ കൗൺസിലർ MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആനച്ചമയം സമർപ്പിച്ചു. ക്ഷേത്രം രക്ഷാധികാരിയും ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി CEOയുമായ ഡോക്ടർ KS കൊച്ചുമോൻ, ഭാര്യ KR വിജയ എന്നിവർ ചേർന്നാണ് ആനച്ചമയം സമർപ്പിച്ചത്. ക്ഷേത്രം മേൽശാന്തി ജയൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ TS അനിൽ, സുബ്രൻ എടശ്ശേരി എന്നിവർ ചമയങ്ങൾ ഏറ്റുവാങ്ങി. ഭഗവതിയുടെ തിടമ്പും കോലവും മുൻപ് ഹരിത ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്നു. തൃപ്രയാറിൽ പ്രവർത്തിക്കുന്ന ശ്രീരാം എന്ന സ്ഥാപനത്തിലെ ഹിരൺ, മണി എന്നിവരാണ് ആനച്ചമയം തയ്യാറാക്കിയത്.
അപകടം പതിവായ റോഡിൽ സീബ്ര ലൈൻ വരച്ച് ജനമൈത്രി പോലീസും സ്കൂൾ അധികൃതരും. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള PWD റോഡിലെ സീബ്ര ലൈൻ മാഞ്ഞതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. PWD അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇക്കാര്യം വിദ്യാലയത്തിലെ PTA ഭാരവാഹികൾ തൃശൂർ റൂറൽ SP PB കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അടിയന്തര നടപടി ഉണ്ടായത്. തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിലെ ഈ വടക്കേനട ഈ ടൗൺ പ്രദേശമാണ്. ഇവിടെ ഉള്ള സീബ്ര ലൈനുകൾ പലതും മാഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിന്ന് കൊടുങ്ങല്ലൂർ പോലീസും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ഗേൾസ് സ്കൂളിലെ PTA അംഗങ്ങളും ടീച്ചേഴ്സും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഇവിടുത്തെ സീബ്ര ലൈനിൽ തെളിയിക്കുകയാണ്. ഗാന്ധി ജയന്തിയോട് ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ബഹുമാനപ്പെട്ട SP-യുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ റോഡിൽ സീബ്ര ലൈൻ വരയ്ക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ K. സാലിം, ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളായ KP സുനിൽകുമാർ, ഉണ്ണി പണിക്കശ്ശേരി, രണദീപൻ, PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്യജീവി ആക്രമണത്തിൽ നിന്ന് എളനാട് ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി KV ദാസൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് C. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കടവലൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി നൌഷാദ്, കോൺഗ്രസ് നേതാക്കളായ T. ഗോപാലകൃഷ്ണൻ, T. നിർമ്മല, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK പ്രകാശ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ, പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ റെഗുലേറ്റർ റോഡിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇരുചക്ര വാഹന യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിച്ചതോടെ നാട്ടുകാർ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് കരിങ്കല്ലും ചണച്ചാക്കും വെച്ച് റോഡിലേക്ക് വെള്ളം തെറിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജിജോ കുര്യൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം അഹിംസാ ദിനമായി ആചരിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടത്തിയ അഹിംസാ ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷത വഹിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ സബർമതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്തദാന ക്യാമ്പ് മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. NP രാമചന്ദ്രൻ, ഡോക്ടർ ബാലഗോപാൽ, EV സുനിൽ രാജ്, ശോഭന പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗാന്ധി ജയന്തിയുടെ ഭാഗമായി മാള ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാള KSRTC ഡിപ്പോയിലെ ബസ്സുകൾ വൃത്തിയാക്കി. ഷാൻഡി ജോസഫ് തട്ടകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ്, EG ബിജു, ജീജ ദേവസി, ജോൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. പുത്തൻപീടിക സെന്റർ മുതൽ സ്കൂൾ വരെ വിദ്യാർത്ഥികൾ റോഡ് പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കി. പ്രോഗ്രാം കൺവീനർ KN സോന, NSS ലീഡർമാരായ ദേവി കൃഷ്ണ, ആൻവി വിജോ, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി ദർശൻ ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തമ്പുരാൻപടി യുവജന സമാജം ഹാളിൽ സാഹിത്യകാരനും വിദ്യാഭ്യാസ ചിന്തകനുമായ ബഷീർ K സുജീവനം ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധിജിയും ആധുനിക കാലഘട്ടവും എന്ന വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് ക്ലാസ് എടുത്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് PC തോമസ് അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് മികച്ച സേവനം നൽകിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, കൌൺസിലർ KPA റഷീദ്, TK ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള എയിംസ് കൊരട്ടിയിൽ സ്ഥാപിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ കീഴിലുള്ള കൊരട്ടി പ്രസ് സ്ഥലവും വൈഗ ത്രെഡ്സ് സ്ഥലവും അനുയോജ്യമാണോ എന്ന് പരിശോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര ഗവേഷണത്തിനുള്ള യൂറോപ്യൻ യൂണിയന്റെ മേരി ക്യൂറി ഫെലോഷിപ്പിന് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായിരുന്ന CS അഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടു. സർവകലാശാലയിലെ ഇന്റർനാഷണൽ ആൻഡ് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിൽ MTech വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന നവരാത്രി മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി അശ്വിൻ A വാര്യരുടെയും അക്ഷജ് ശ്രീനിവാസിന്റെയും നേതൃത്വത്തിലുള്ള തായമ്പക നടന്നു. വാദ്യകലാകാരന്മാരായ മച്ചാട് രഞ്ജിത്ത്, പിതാവ് ഉണ്ണിയാശാൻ എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് സംഘമിത്ര കാവതിയാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലയൂർ കാവതിയാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി മോട്ടിവേഷൻ ട്രെയിനർ KC ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. VV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. മുരളി വിജയരാഘവൻ, KR രതീഷ്, സത്യൻ, മണിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ പലവിധ സേവനങ്ങൾ വഴി പ്രവാസികളിൽ നിന്ന് സമാഹരിച്ച എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി. മതിലകം സെന്ററിൽ നടന്ന ഒപ്പുശേഖരണം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. കബീർ പുന്നിലത്ത്, അരുൺജിത്ത് കാനപ്പിള്ളി, KM ആനോഗ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിനോടനുബന്ധിച്ച് യങ്സ് പെരുന്നാളാഘോഷ കമ്മിറ്റി ജീവകാരുണ്യ സദസ്സ് നടത്തി. പഴഞ്ഞി ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സിന്റെയും യങ്സിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. യങ്സ് പ്രസിഡന്റ് സിലിൻ സൈമൺ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ പെൻഷൻ വിതരണവും കുന്നംകുളം ACP CR സന്തോഷ് കിറ്റ് വിതരണവും നടത്തി. മനക്കൊടി വെളിച്ചം മദ്യവിമോചന സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. അൽ അസർ സ്കൂളിൽ നടന്ന സംഗമം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മനക്കൊടി അധ്യക്ഷനായി. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ്, മദ്യവിമോചന സമിതി സെക്രട്ടറി MK കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. ചാവക്കാട് യുവാവിന്റെ പരാക്രമത്തിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് 3 ജീവനുകൾ. യുവാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ SI ഉൾപ്പെടെ 2 പോലീസുകാർക്ക് കുത്തേറ്റു. കേരള ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തട്ടിപ്പ്. കൊഞ്ഞനം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 15,000 രൂപ. കയ്പമംഗലം ചളിങ്ങാട് ഹംസ മുസ്ലിയാർ മഖാമിൽ മോഷണശ്രമം. മഖാമിന്റെ പിൻഭാഗത്തെ നേർച്ചപ്പെട്ടിയുടെ പൂട്ട് പൊളിച്ചാണ് മോഷണശ്രമം നടന്നത്. കയ്പമംഗലം സെയിന്റ് ജോസഫ് പള്ളിയിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്ന പ്രതി പിടിയിലായി. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് ആയിരങ്ങൾ. തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ പരിധിയിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വീണ്ടും ചികിത്സ നൽകാൻ തയ്യാറെടുത്ത് വനം വകുപ്പ്. 30 വയസ്സുള്ള കൊമ്പനാണ് ചികിത്സ നൽകുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.